ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 75 കംസവധം. ശ്ലോകം 9. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടി. കിം കിം ബ്രൂമസ്തദാനീം സതതമപി ഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വഥോത്ഥാ പരമപരമിയം വാസനാകാലനേമേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സദ്യോ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വത് ഉപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ബ്രൂമ സ്തദാനീം സതതം അപി ഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വത് വഥോത്ഥാ പരമ പരം ഇയം വാസനാ കാലനേമേ. അർത്ഥം: സദ്യ അപ്പോൾ നരപതിയും രാജാവായ കംസനെ നിഷ്പിഷ്ടസന്ധിം സന്ധികൾ കശക്കപ്പെട്ടവനായി ഭുവി ഭൂമിയിൽ ആപാത്യ പതിപ്പിച്ചിട്ട് തസ്യ അവൻ്റെ ഉപരിഷ്ടാത് മുകളിൽ ത്വയി അങ്ങ് ആപാത്യെ വീണ തഥാ ഏവ ആ സമയം തന്നെ നാകിനാം സ്വർലോകവാസികളായ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പുഷ്പവർഷം ത്വതപരി അങ്ങയുടെ ശിരസിൽ പതിത വീണു. കിം കിം ബ്രൂമ ഞങ്ങൾ എന്തു പറയട്ടെ. തദാനീം അപ്പോൾ സതതം അപി എപ്പോഴും ഭിയ ഭയത്താൽ ത്വദ്ഗതാത്മാ അങ്ങിൽ നിൽക്കുന്ന മനസ്സോടു കൂടിയ സ ആ കംസൻ സായുജ്യം അങ്ങയുമായി ഐക്യം ഭേജേ ഭജിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു പരമ മഹാനായ വിഷ്ണു അല്ലയോ വിഷ്ണു ഇയം ഇത് കാലനേമേ കാലനേമിയുടെ ത്വദ്വഥോത്ഥ അങ്ങു ചെയ്ത വധത്തിൽ നിന്നും ഉണ്ടായ വാസനാപരം വാസന തന്നെയാണ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ ചൊല്ലാന്നും. സദ്യോ നിഷ്പിഷ്ട സന്ധിം ധിം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭുവി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നരപതിം ആപാത്യ അത് ചേർത്തിട്ടാണ് നരപതിമാപാത്യ തസ്യോപരിഷ്ടാത്. ഷ്ട എന്നൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വയി ആപാത്യേ അത് ചേർത്തിട്ടുള്ള വാക്കാണ്. ത്വയ്യാപാത്യേ തദ ഏവ തദൈവ ത്വത് ഉപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടി അവിടെ വിസർഗം. കിം കിം ഭ്രൂമസ്തദാനീം ബ്രൂ എന്നുള്ളത് ബ എന്നുള്ളതെന്നാണ് അക്ഷരം വന്നിരിക്കുന്നത്. അതിനാൽ ഊന്നി പറയണ്ട. അത് ഭ്രൂമസ്തദാനീം സതതമപി സതതം അപി ചേർത്തിട്ടാണ് സതതമപി. ഭിയ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വത് ഗതാത്മാ മാ എന്നുള്ള അക്ഷരം ത് മാ എന്നാണ്. സ ഭേജേ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സായുജ്യം ത്വത് വഥോത്ഥ അത് ചേർത്തിട്ടാണ് ത്വദ്വഥോത്ത. ഥോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഥ എന്നുള്ളതും ഊന്നി പറയണം. ത്വദ്വ എന്നുള്ളത് നമ്മൾക്ക് പിരിച്ചിട്ട് പറയാം. ത്വത് വഥോത്ത പരമ പരമീയം വാസന
കാലനേമേ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. കാലനേമേ സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വതുപരി പതിതാ നാഗിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ബ്രൂമസ്തദാനീം സതതമഭിഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വഥോത്ഥാ പരമപരമിയം വാസനാ കാലനേമേ. അടുത്തത് 10ാമത്തെ ശ്ലോകം. തദ് ഭ്രാതൃനഷ്ടപിഷ്ട്വാ ദ്രുതമഥ പിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർയദുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോത്ഥവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേരുന്ധി മേ സർവരോഗാൻ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത് ഭ്രാതൃൻ അഷ്ട പിഷ്ട്വാ ദ്രുതം അഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനം ഉച്ചൈർ യദുകുലം അഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാം ഉത്തമം ചോദ്ധവം അമരഗുരോർ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധി മേ സർവരോഗാൻ. അർത്ഥം: തത് ഭ്രാതൃൻ കംസന്റെ സഹോദരന്മാരായ 8 പേരെയും പിഷ്ട്വ പൊടിയാക്കിയിട്ട് അഥ പിന്നീട് ദ്രുതം വേഗത്തിൽ പിതരൗ മാതാപിതാക്കന്മാരെ സന്നമൻ ഭക്തിയോടുകൂടി സാഷ്ടാംഗം നമസ്കരിക്കുന്നവനായി ഉഗ്രസേനം ഉഗ്രസേനനെ രാജാനാം രാജാവായി കൃത്വ വാഴിച്ചിട്ട് കാമദാനൈ അഭീഷ്ടങ്ങൾ ദാനം ചെയ്ത് അഖിലം എല്ലാ യദുകുലം യദുവംശത്തിൽപ്പെട്ടവരെ ഉച്ചൈ ഏറ്റവുമധികം മോദയൻ സന്തോഷിപ്പിച്ചിട്ട് ഭക്താനാം ഭക്തന്മാരുടെ കൂട്ടത്തിൽ അമരഗുരോ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് ആപ്തനീതിം നീതിശാസ്ത്രം പഠിച്ചവനായ ഉദ്ധവം ച ഉദ്ധവനെയും സഖായ കൂട്ടുകാരനായി ലബ്ധ്വ നേടിയിട്ട് നഗര്യാം നഗരത്തിൽ തുഷ്ട സന്തോഷത്തോടു കൂടിയവനായി താമസിച്ച അങ്ങ് പവനപുരപതേ ഗുരുവായൂരപ്പ മേ എൻ്റെ സർവരോഗാൻ എല്ലാ രോഗങ്ങളെയും രുന്ധി ഇല്ലാതാക്കിയാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ വായിക്കാമെന്നും. തത് ഭ്രാതൃൻ അഷ്ട അത് ചേർത്തിട്ടാണ് തത് ഭ്രാതൃനഷ്ട. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഭ്രാതൃൻ എന്നാണത് വായിക്കേണ്ടത്. ഭ്രാതൃ തൃ എന്നാണ്. അത് നീട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ആ നീട്ടുന്ന ചിഹ്നം ഇട്ടിരിക്കുന്നത്. ത്രൂന്നാണ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മളത് ഉച്ചരിക്കേണ്ടത് തത് ഭ്രാതൃൻ എന്നാണ്. തൃന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. തത് ഭ്രാതൃനഷ്ട ഭ്രാതൃൻ അഷ്ട ചേർത്തിട്ട് അങ്ങനെ വരും. ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പിഷ്ട്വാ ഷ്ട്വാ നാവാള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ദ്രുതം അഥ ചേർത്തിട്ട് ദ്രുതമഥ പിതരൗ സന്നമൻ ഉഗ്രസേനം ചേർത്തിട്ട് സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനാം ഉച്ചൈർ യദുകുലം അഖിലം അത് ചേർത്തിട്ടാണ് രാജാനാമുച്ചൈർ യദുകുലമഖിലം. ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മോദയൻ ദാന്ന് ദയൽത്തേണ്. മോദയൻ കാമദാനൈ അവിടെ വിസർഗം.
ഇവിടെയും അതേപോലെ ദ എന്നുള്ളത് ദയേൽത്തെ. ഭക്താനാം ഉത്തമം ചേർത്തിട്ടാണ് ഭക്താനാമുത്തമം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാ ത എന്നാണ്. ച ഉദ്ധവം അതാണ് ചോദ്ധവം അമരഗുരോ. ചോദ്ധവം അമരഗുരോരാപ്തനീതിം. ചോദ്ധവം അമരഗുരോർ ആപ്തനീതിം. ചേർത്ത് ചൊല്ലുമ്പോൾ രാന്ന് വരും. അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ ആപ്തനീതിം അങ്ങനെയാണ്. സഖായം ഖ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണത്. ലബ്ധ്വ ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ലബ്ധ്വ തുഷ്ടോ തു എന്നാണ് ദു എന്നായി പോരുന്നത്. തുഷ്ടോ നഗര്യാം നീട്ടിയിട്ട് മുർക്കം പവനപുരപദേ രുന്ധി. ന്ധി എന്നുള്ളത് നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. മേ സർവരോഗാൻ. തദ്ഭ്രാതൃനഷ്ടപിഷ്ട്വാ ദ്രുതമഥ പിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈര്യതുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോദ്ധവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപദേ രുന്ധി മേ സർവരോഗാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.